بسم الله الرحمن الرحيم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خير خلق الله. الصلاة والسلام عليك يا نائب رسول الله. مولا غریب نواز حضور مالک غریب نواز غلام باری ابھی کی اجازت کا مولا اجازت رحمت فرمائیے. मौला गुलामी की लाज रखने दे करके हम सब पे करम गरीब नवाज. सुभान अल्लाह सुभान अल्लाह. हुजूर आप दिलों के हाल बेहतर जानते हैं. मौला रहम करम फरमाइए हुजूर, तमाम बलाओं से महफूज रखिए. बिस्मिल्लाहिर्रहमानिर्रहीम. दुआ खैर. तेरा तैयार है दारुस्सलाम या ख्वाजा. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എത്ര ബുദ്ധിമുട്ടിയാലും എത്ര കഷ്ടമുണ്ടെങ്കിലും എത്ര വിഷമമുണ്ടെങ്കിലും സമയാസമയത്ത് കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആലിമീങ്ങളെ അവർ മുത്തഅല്ലിമായത് മുതൽ പഠിക്കാൻ തുടങ്ങിയത് മുതൽ അവസാനം വരെ അവരുടെ ആയുസ് നീളം അവരെ ആരും ബുദ്ധിമുട്ടിച്ചിട്ടോ അവർക്ക് കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ അറിയിച്ചിട്ടോ ഭക്ഷണമില്ലാതെ ആക്കിയിട്ടോ ഒന്നുമുണ്ടായിട്ടില്ല. എത്ര ദരിദ്രനാണെങ്കിലും പണക്കാരനാണെങ്കിലും. അതാണിവിടെ ഫർദ് നമസ്കാരത്തിനെയും സുന്നത്ത് നമസ്കാരത്തിനെയും ബന്ധപ്പെടുത്തി ഒരു ഉസ്താദ് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ആദ്യം കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ചോറ് ഫറളാണ്. ചോറെന്താണ്? ഫറളാണ്. ഒരു മീൻകറി ഒരു മുഅക്കദായ സുന്നത്താണ്. ഒരു ഇറച്ചിന്റെ കറി ഒരു മുഅക്കദായ സുന്നത്താണ്. രണ്ട് സുന്നത്ത്. പിന്നെ എന്തെങ്കിലും ഒരു വറുത്തത് ഒരു തസ്ബീഹാണ്. പിന്നെ എന്തെങ്കിലും ഒരു പൊരിച്ചത് അതൊരു തഹ്മീദാണ്. പിന്നെ എന്തെങ്കിലും ഒരു അച്ചാർ അതെന്താണ്? ഒരു തക്ബീറാണ്. ഒരു പപ്പടം കൂടി ഉണ്ടായ അഫ്ളൽ ദിക്ർ ആണോ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്ത് മാത്രം? ചോറ് മാത്രം. അപ്പൊ അവളോട് ഞാൻ ചോദിച്ചു, എടോ ബാക്കിയല്ല ഇവിടെ ഇന്ന് ഫർള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാനല്ല, നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും? ഇന്ന് ഫർള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാവും. പിന്നെ തൃപ്തിയല്ല, കുരുമാരി നടക്കൂലേ? എന്നാ പിന്നെ ശ്രദ്ധിച്ചോ. നമ്മുടെ ളുഹർ 4 റക്അത്ത് അത് മെയിൻ ഭക്ഷണമാണ്. 2 റക്അത്ത് മുമ്പ് ഒരു മീൻകറി, 2 റക്അത്ത് ശേഷം ഒരു ഇറച്ചിക്കറി, 2 മുഅക്കദായ സുന്നത്ത്. അത് 4 വിശേഷമായി. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ ഇവിടെ ഭക്ഷണത്തിന് പോയപ്പോ നാടൻ കോഴിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഒരു നാടൻ വിശാലായ അപ്പൊ അപ്പുറം സുന്നത്ത് ഇപ്പുറം സുന്നത്ത് മുഅക്കദായ റക്അത്ത്. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഒരു വറുത്തത്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു പൊരിച്ചത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു അച്ചാറും കൂടി ഉണ്ടായ ഒരു ഉപ്പിലിട്ടത്, അഫ്ളൽ ദിക്ർ പപ്പടം പൊരിച്ചതായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ആ ഭക്ഷണം കാണാൻ തന്നെ എന്താ രസം, അത് കഴിക്കാൻ എന്താണ് രുചി. നമ്മളെ പ്രിയമുള്ളവരെ, ഇതാണ് കാര്യം. ഇബാദത്തെടുക്കാൻ വേണ്ടി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതിന്റെ ഫറദിന് ശരിയായ ഭക്ഷണവും അതുപോലെ സുന്നത്തുകളും സുന്നത്തുകൾക്ക് വേണ്ടിയ ഭക്ഷണവും അതുപോലെ ദിക്റിന് വേണ്ടിയതും എല്ലാം ഓരോന്ന് നിങ്ങൾ കേട്ടത് മുതൽ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തെ പോലെയുള്ളവരുടെയും കാര്യം മാത്രമാണ്. ഒന്നുമില്ലാത്ത പട്ടിണി പാവങ്ങളും ഉണ്ടായിട്ട് പോലും കഴിക്കാനും സമയമില്ലാത്തവരും അതുപോലെ കഴിക്കാൻ കഴിയാത്തവരും
രോഗങ്ങളായും അതുപോലെ ബുദ്ധിമുട്ടിലും അതുപോലെ കച്ചവടത്തിരക്കിലും സമയാസമയത്ത് കഴിക്കാനാകാത്തവരും ഉണ്ടെന്ന് കരുതണം. അതിൽ നമ്മൾ വളരെ പ്രാധാന്യം നൽകേണ്ടത് ഒന്നുമില്ലാത്ത, കഴിക്കാനും അവർക്ക് വസ്ത്രവും ഭക്ഷണവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത, പാർപ്പിടവുമില്ലാത്ത ജനങ്ങളെ പോലും നമ്മൾ ഓർക്കണം. ഇത്ര സൗകര്യങ്ങളെയും ഇത്ര നല്ല നല്ല ഭക്ഷണങ്ങളെയും ഉദാഹരണയായി നമ്മൾ പറയുമ്പോൾ ഇല്ലാത്തവരെയും കണക്കിലെടുക്കണമല്ലോ. അതും കൂടി ആ ഉസ്താദും കാണണം, നമ്മൾ എല്ലാവരും കണ്ട് അത് മനസ്സിലാക്കണം, കാണുക. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഒരു തീരാ ശാപമാണ് ഈ കാണുന്നത്. ഏകദേശം 500ഓളം ചെറിയ ടെന്റുകളിൽ എന്താ പറയാ, പട്ടിയും പൂച്ചയും പാമ്പും എല്ലാം പരിദേശിൽ കിടക്കുന്ന ഈ സ്ഥലത്ത് പാവം മനുഷ്യ കുഞ്ഞുങ്ങള് ഇങ്ങനെ ജീവിക്കുന്ന കാഴ്ച കണ്ടോ? ഭയങ്കര ദയനീയമല്ല ഈ കാഴ്ച? ആരുണ്ട് ഇവരോട് സഹായിക്കാനായിട്ട്, ഇവരെ രക്ഷിക്കാനായിട്ട്? ഇതിപ്പോ ഞങ്ങള് സാറിപ്പോൾ സുനിൽ ജോസാണ് സാറിന്റെ പേര്. സാറ് ഇവിടെ ഒരു സ്കൂളിലെ ഒരു മെയിൻ അധ്യാപകനാണ്. കോഴിക്കോട് ഭാഗത്താണ് വീട്. ഇവിടെ വന്ന് സാർ സെറ്റ് ചെയ്തിട്ട് ഏകദേശം 20 വർഷമായി. സാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ചേരികളിൽ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സുനിൽ സാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദ്യാൻ സൊസൈറ്റി എന്ന പേരിലുള്ള ഒരു സംഘടനയുടെ പേരിലാണ് സാർ നടത്തുന്നത്. ഇപ്പോൾ ജനസേവാ ശിശുഭവൻ ഇതിനു വേണ്ടി ഒന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളും സാറിനൊപ്പം കൈകോർക്കാൻ വന്നിരിക്കുകയാണ്. ഈ ഇവിടുത്തെ കുട്ടികളെ മുഴുവൻ നമുക്ക് രക്ഷിക്കണം, ഇവർക്കും ജീവിതം കൊടുക്കണം. ഏകദേശം ഒരു 1000ഓളം കുഞ്ഞുങ്ങളുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ തമ്പടിച്ച് കിടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, പട്ടിണി കോലങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. കമോൺ 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 ആയ 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 ആയ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് മുഴുവനും. ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ വരുന്നില്ല. അപ്പോൾ ഇവർക്കൊരു ജീവിതം നൽകണം. ആ ജീവിതം നൽകുന്നതിന് വേണ്ടി ജനസേവാ ശിശുഭവൻ തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന മഹത്തായ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സുനിൽ സാറായിട്ട് കൈകോർത്തുകൊണ്ട് അത് ആ വലിയൊരു വിപ്ലവത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് എല്ലാവരും വരണം. എല്ലാ സൂമനസ്സുകളും ഇതിനോടൊപ്പം സഹകരിക്കണം. നമുക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഇവരും നമ്മുടെ മക്കളാണ്. ഈ മക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് ഭാരത മക്കളാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറണം. അതുകൊണ്ട് എല്ലാ സൂമനസ്സുകളും ഇവരെ സഹായിക്കാനായിട്ട് രംഗത്ത് വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ജനസേവാ ശിശുഭവൻ കഴിഞ്ഞ 25 വർഷമായിട്ട് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെരുവ് മക്കളത്തെ ഇന്ത്യ എന്ന ലക്ഷ്യത്തിന് വേണ്ടി. അപ്പോൾ കേരളത്തിലെ തെരുവുകുട്ടികളെല്ലാം ഒരുവിധം തീർന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ സംരക്ഷിക്കാൻ നിവൃത്തിയുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സുനിൽ സാറായിട്ട് കൈകോർത്തുകൊണ്ട് ജനസേവാ ശിശുഭവൻ നമ്മുടെ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ രാജസ്ഥാനിലുള്ള അജ്മീർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ അജ്മീരിലുള്ള ഈ ചേരികളിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് പഠിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത്. അവർക്കൊരു ജീവിതം കൊടുക്കണം. ആ ജീവിതം കൊടുക്കാൻ വേണ്ടി സുനിൽ സാറുമായിട്ട് ഞങ്ങൾ കൈകോർക്കുന്നു. ഉദ്യാൻ സൊസൈറ്റി എന്ന സംഘടനയുമായി കൈകോർക്കുന്നു. അതിന് എല്ലാ മനസ്സുകളും സഹകരിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതാണ് സഹോദരന്മാരെ, ഇത് രാജസ്ഥാനിലെ അജ്മീരിലാണ്. അവിടെ നിന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർ, വസ്ത്രമില്ലാത്തവരും പാർപ്പിടമില്ലാത്തവരും വിദ്യ കിട്ടാത്തവരും പഠിക്കാൻ സൗകര്യമില്ലാത്തവരും അവർക്ക് ഒന്നുമില്ല, എവിടെയെങ്കിലും ഒരു ജീവിക്കുന്നതാണ്. വളരെ ബുദ്ധിമുട്ടിയും കൊണ്ട് ശരിയായ ഭക്ഷണവും ഒന്നുമില്ലാത്ത, വസ്ത്രങ്ങളുമില്ലാത്ത, അവർക്ക് അവരെ നോക്കാൻ ആൾക്കാരുമില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലുമില്ല. ഒരു സന്ദർഭത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി കോവിഡ് സമയത്ത് പറഞ്ഞല്ലോ, ബാൽക്കണിയിൽ നിന്ന് നിങ്ങൾ എന്തോ മുട്ടണമെന്നോ കൈ തട്ടണമെന്നുമെല്ലാം പറഞ്ഞില്ലേ. ഈ രോഗത്തിനെ ഓടിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു കൊടുത്തതായിരിക്കണം. അദ്ദേഹം പോലും ഇത്ര ആൾക്കാരുണ്ടെന്ന് കരുതിയില്ല, ഇത്ര ബുദ്ധിമുട്ടുള്ളവരുണ്ട് എന്റെ രാജ്യത്ത് എന്ന് കരുതിയില്ല. അതുപോലെയാണ് ഈ മുസ്ലിയാറും എല്ലാവർക്കും നമ്മൾക്ക് സമയാസമയത്ത് കഴിക്കാൻ കിട്ടുന്നത് പോലെ, സമയാസമയത്ത് കഴിക്കാനുള്ള സൗകര്യം പോലെ എല്ലാവർക്കും സൗകര്യമുണ്ടെന്ന് കരുതുന്ന ഇവർ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ അറിഞ്ഞിട്ടുമില്ല, ആരും അറിയിച്ചിട്ടുമില്ല. എങ്കിലും അവർ അറിയേണ്ടതാണ്.
അറിഞ്ഞ് സംസാരിക്കേണ്ടതാണ്. ഇബാദത്തെടുക്കാൻ വേണ്ടി ഇത്തരം സൗകര്യങ്ങളെയും അതുപോലെ ഭക്ഷണത്തിനെയും ഉദാഹരണം ചെയ്ത് ആ ഭക്ഷണമുള്ളവർ മാത്രമാണ് ഇബാദത്തെടുക്കേണ്ടത് എന്നുപോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഭക്ഷണം ഉള്ളവനിക്ക് പോലും, സൗകര്യമുള്ളവനിക്ക് പോലും അതിൻ്റെതായ ഭക്ഷണവും അവന് ഒരുപാട് പണവും എല്ലാം ഉള്ളവർക്കും അതിനെ അനുഭവിക്കാൻ പോലും സമയമില്ലാത്തവരും അവരുടെ കച്ചവടത്തിന്റെ നെട്ടോട്ടം ഓട്ടത്തിലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സമയാസമയത്ത് കഴിക്കാൻ പോലും കഴിയാത്തവരും ഉണ്ട്. ഇല്ലാത്ത ഒരു നിവൃത്തി ഇല്ലാത്ത ജനങ്ങള്, അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതുപോലെയുള്ള ജനങ്ങളും ഉണ്ടെന്ന് ഇത്തരക്കാർ, ഈ തലപ്പാഹുക്കാർ കാണണം, അറിയണം. ഇബാദത്തുകളെയും അള്ളാഹുവിലേക്കെടുക്കുന്ന ഇബാദത്തിനെയും സുന്നത്താകട്ടെ ഫറലാകട്ടെ ഏതാണെങ്കിലും ഈ ഭക്ഷണത്തിന് ബന്ധപ്പെടുത്തിയത് ഒട്ടും ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.